സ്ഥാനമാറ്റ വിവാദങ്ങൾക്കിടെ മുൻ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി പുതിയ കെപിസിസി നേതൃത്വം. കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ പി.സി. വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ തുടങ്ങിയവരാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി കൂടിക്കാഴ്ചയ്ക്കെത്തിയത്. കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി യോഗം അടുത്ത ദിവസം ചേരാനിരിക്കെയാണ് ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ഈ നീക്കം. കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന കെ സുധാകരന്റെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെയാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി പുതിയ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള സംഘം സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയത്. തലസ്ഥാനത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കെപിസിസി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി.സി. വിഷ്ണുനാഥും ഷാഫി പറമ്പിലും സണ്ണി ജോസഫിനൊപ്പമുണ്ടായിരുന്നു. അടുത്ത ദിവസം ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കെ സുധാകരൻ വീണ്ടും രൂക്ഷ പ്രതികരണം നടത്തിയാൽ പുതിയ നേതൃത്വത്തിനത് തലവേദനയായി മാറുമെന്ന പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് വിവരം. അതേസമയം പാർട്ടി പുനഃസംഘടന പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാനാണ് സുധാകരൻ തന്റെ അനുകൂലികൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം. ഡിസിസി അധ്യക്ഷന്മാരെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെക്കില്ലെന്ന് ദേശീയ നേതൃത്വം നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അവകാശവാദം ഉന്നയിക്കാൻ തന്നെയാണ് സുധാകരൻ പക്ഷത്തിന്റെ തീരുമാനം. കെപിസിസിയിലെ മാറ്റം വരുത്തുന്ന പദവികളിലേക്കും കെ സുധാകരൻ പേരുകൾ നിർദ്ദേശിക്കുമെന്നാണ് സൂചന. അതേസമയം സുധാകരന് മുമ്പിൽ കൂടുതൽ വഴങ്ങേണ്ടതില്ലെന്ന നിലപാടിലാണ് എതിർചേരി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നും സമാനമായ സമ്മർദ്ദ നീക്കങ്ങൾ ഉണ്ടായാൽ നേതൃത്വത്തിനത് പിന്നീട് തലവേദനയായി മാറുമെന്നാണ് മറുചേരിയുടെ വാദം. അതിനിടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ വി.എം. സുധീരനുമായി കെപിസിസി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം.